ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കാനുള്ളൊരു ടെൻസാണ്. ഈ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ ആക്ഷനാണ്. അതിൽ ആക്ഷൻ പ്രകാരം അത് പാസ്റ്റാണ് ടെൻസ്. പക്ഷേ ടെൻസ് എന്തുകൊണ്ടാണ് പ്രസന്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂതകാലത്തിൽ എപ്പോൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ വർത്തമാനകാലത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ഷൻ പ്രകാരം ഈ ടെൻസ് പാസ്റ്റാണ്. ഒരു ടെൻസിനെ തീരുമാനിക്കുന്നത് എന്താണ്? അതിൽ ക്രിയയാണ്. ക്രിയ ഇതിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഉപയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എത്ര കാലം മുമ്പേ കഴിഞ്ഞതായാലും അത് എഫക്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പിന്നെ ഒന്ന്, ജസ്റ്റ് എന്ന ആഡ്വർബൽ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് തൊട്ടടുത്ത നിമിഷം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ജസ്റ്റ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. ഇപ്പം കുടിച്ച് അവിടെ ഗ്ലാസ് വെച്ചതേ ഉള്ളൂ. മഴ തോർന്നതേ ഉള്ളൂ. ഇറ്റ് ഹാസ് ജസ്റ്റ് സ്റ്റോപ്പ് ദ റെയിനിങ്. ഞങ്ങൾ തിയേറ്ററിൽ കയറിയതേ ഉള്ളൂ. വി ഹാവ് എൻറ്റേർഡ് ദ തിയേറ്റർ. അവർ പോയതേ ഉള്ളൂ. ദേ ഹാവ് ജസ്റ്റ് ലെഫ്റ്റ്. ട്രെയിൻ പോയതേ ഉള്ളൂ. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ തൊട്ട് നമ്മൾ ഭൂതകാലത്തിൽ തൊട്ട് കംപ്ലീറ്റ് ചെയ്ത, ഇപ്പം കംപ്ലീറ്റ് ചെയ്ത അർത്ഥത്തിൽ, ഇപ്പം ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥത്തിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അത് എഫക്റ്റ് ആകുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ക്ഷണിച്ചു കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ്. ക്ഷണിച്ചത് എന്തിനാണോ അത് വരുന്നത്, നിങ്ങൾക്ക് പോകാനുള്ള കല്യാണമോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് സെറിമണി ആവാം. അവിടെ പോകാനുള്ളത് ഇനിയും കിടക്കുന്നുണ്ട് ദിവസങ്ങൾ. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഈ ടെൻസിനെ ഉപയോഗിക്കുകയാണ്. കാറ് വാങ്ങിയിട്ടുണ്ട്, കാറ് വാങ്ങിക്കഴിഞ്ഞു. പക്ഷെ കാറ് സ്വന്തമായി ആദ്യമായിട്ട് ഒരാൾ കാറൊക്കെ വാങ്ങുമ്പോൾ അത് നമ്മളെ എഫക്റ്റീവാണ്. നമുക്ക് എഫക്റ്റ് ചെയ്യും. കുറച്ച് ദിവസം നമ്മളെ മനസ്സിൽ ആ ഒരു ഇതുണ്ട്, മാനസികമായിട്ട് എഫക്റ്റീവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൈക്കൊരു മുറിവ് പറ്റി വിരലിൽ. ആ വേദന ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്ന് പറയുന്നത്, എൻ്റെ കൈക്ക് മുറിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ആ വേദനയുണ്ട്. ഇങ്ങനെയുള്ള അതുവരെ നിങ്ങളെ ഒരാൾ സഹായിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ആ സഹായിച്ചതിൻ്റെ ആ ഒരു നന്ദി അയാളോടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലത് എഫക്റ്റീവാണ്. നന്ദി എന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് പറയാണ് ഹി ഹാസ് ഹെൽപ്ഡ് മീ. ഇത്തരം സന്ദർഭങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്.